മോഹൻലാലിന് കുറേ കാര്യങ്ങൾ മലയാള സിനിമയിൽ ചെയ്തു തീർക്കാനുണ്ട്. അത്തരത്തിൽ അതായത് പുതിയ നവാഗതരായ സംവിധായകർക്ക് അല്ലെങ്കിൽ കഴിവ് തെളിയിച്ച യുവ സംവിധായകർക്കൊക്കെ അവസരം കൊടുക്കുന്ന ഒരു പുതിയ മോഹൻലാലിനെ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഒരു മലൈക്കോട്ട വാലിബൻ, അതിനുശേഷം വീണ്ടും ഒരു സിനിമ അടുത്തിടെ വന്നിരുന്നു, അദ്ദേഹത്തിൻ്റെ സ്വന്തം സംവിധാന സംരംഭം ബറോസ്. അത് ഒക്കെ പ്രേക്ഷകർ ഏത് രീതിയിൽ എടുത്തുവെങ്കിലും ആ സിനിമ അത്രയധികം സ്വീകരിക്കപ്പെട്ടില്ലെങ്കിലും അദ്ദേഹം ആ ഒരു പരീക്ഷണം നടത്തി മികച്ച ഒരു ആഗോള സിനിമയാക്കാൻ മലയാളത്തിൽ നിന്നൊരു സൃഷ്ടിയായി അദ്ദേഹം ആ സിനിമയെ കൊണ്ടുവരാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് മോഹൻലാലിന് വന്നൊരു പരിവർത്തനത്തിൻ്റെ ഭാഗമാണ്. അല്ല, അത് വേണം. എന്താ വെച്ചാൽ മോഹൻലാൽ, മമ്മൂട്ടി എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ രജനീകാന്ത്, ഇങ്ങനെ നമ്മൾ കുറേ നടന്മാരെ അവരൊക്കെ എത്രയോ ഉയരത്തിൽ നിൽക്കുന്നതാണ്. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പരീക്ഷണങ്ങൾക്ക് തയ്യാറായാൽ പ്രേക്ഷകർ അവർക്കത് പറ്റുമെന്നേ. അപ്പോൾ അത് അവരെ കൊണ്ടേ സാധിക്കുള്ളൂ. പുതിയ ഒരാൾ വന്നിട്ട് ഇങ്ങനെ പരീക്ഷണ ചിത്രങ്ങൾക്കൊക്കെ കൈ കൊടുക്കാൻ പോയി അയാളുടെ കരിയർ അതോടുകൂടി അവസാനിക്കും. ഇവരെ സംബന്ധിച്ച് അവർ അങ്ങനെ ചെയ്ത് തെളിയിക്കാനില്ല. അപ്പം പുതിയ പരീക്ഷണ ചിത്രങ്ങൾക്കോ അല്ലെങ്കിൽ ഇതുവരെ ചെയ്യാത്ത തരത്തിലേക്കുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു തുടങ്ങുമ്പോൾ പ്രേക്ഷകനും അത് കൗതുകമാണ്. അപ്പം നമ്മളെ കൊതിപ്പിക്കുന്ന, അതുകൊണ്ടാണ് അവർ കഥ കേൾക്കുമ്പോൾ അവർ തന്നെ പറയത്തില്ല, അവരെ കൊതിപ്പിക്കുന്ന, വിസ്മയിപ്പിക്കുന്ന ഒരു കഥയും കഥാസന്ദർഭങ്ങളും ഒക്കെ ഉണ്ടാകണം, കഥാപാത്രം ഉണ്ടാകണം. അപ്പോഴാണ് അവർ ഡേറ്റ് കൊടുക്കുക. പിന്നെ ചിലതൊക്കെ ഈ പറഞ്ഞതുപോലെ ചില കമ്മിറ്റ്മെൻറ്റിൻ്റെ പുറത്തൊക്കെ ഡേറ്റ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും.